സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുന്നുണ്ട്. ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജാമിഉസ് സുനൻ തിർമിദിയിൽ ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നുണ്ട്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംറി 10. ലഹരിയുമായി ബന്ധപ്പെട്ട് 10 കാറ്റഗറികളുള്ള ആളുകൾ, 10 പേരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. അതിൽ ആരൊക്കെയാണെന്ന് അറിയുമോ? ആശിറഹ വമുഅ്തസിറഹ വശാരിബഹ വഹാമിലഹ വൽമഹ്മൂലത ഇലൈഹി വസാഖിയഹ വബാഇഹ വആകില ثمنها والمشتري لها والمشترات له. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരി നിർമ്മിക്കുന്നവരുണ്ടല്ലോ, അത് പഴച്ചാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിലും സിന്തറ്റിക് രാസപ്രവർത്തനങ്ങളിലൂടെ കെമിക്കൽ റിയാക്ഷനിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിലും അത് പുകയായി കൊണ്ടുവരുന്നതാണെങ്കിലും ലഹരി നിർമ്മിക്കുന്നവൻ സമൂഹത്തിൽ ലഹരി നിർമ്മിക്കാനായി അതിനു വേണ്ട റോ മെറ്റീരിയൽസുകൾ കൊണ്ടുവരുന്നവൻ, അത് ഉപയോഗിച്ച് നിർമ്മിക്കുന്നവൻ അല്ലാഹുവിന്റെ റസൂൽ അവന്റെ മേൽ ശപിച്ചിരിക്കുകയാണ്. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽമുഅ്തസിറഹ, ആർക്ക് വേണ്ടിയാണോ അവന് ലഹരി നിർമ്മിക്കുന്നത്, ഇവിടെ ലഹരികൾ കോർപ്പറേറ്റുകളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരോ അവരുടെ മക്കളോ അവരുടെ കുടുംബമോ അത് ഉപയോഗിക്കുന്നുണ്ടാകില്ല. പക്ഷെ അവരുടെ അധീനതയിലുള്ള കമ്പനികളാണ്, അവരുടെ അധീനതയിലുള്ള ചാനലുകളാണ്, മാഫിയകളാണ് ലഹരി നിർമ്മിക്കുന്നത്. ആ ലഹരി നിർമ്മിക്കാൻ അവരാണ് ഓർഡർ കൊടുക്കുന്നത്. അവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. മദ്യവുമായി ബന്ധപ്പെട്ട 2 വിഭാഗം ആളുകൾ. വീണ്ടും റസൂൽ പറഞ്ഞു വശാരിബഹ, അത് ഉപയോഗിക്കുന്നവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു. വഹാമിലഹ, അത് ചുമന്നു കൊണ്ടുപോകുന്നവരുണ്ടല്ലോ, അതിന്റെ കാരിയർമാർ. നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ കൈകളിൽ പോലും ഇതിന്റെ പൊതി നൽകിയിട്ട് ആ കുട്ടികളെ കൊണ്ട് പലയിടങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ ലഹരിക്കെതിരെ നടത്തിയ അതിതീവ്രമായ യത്നം, അതിൽ പലയിടങ്ങളിൽ നിന്നും ഈ രൂപത്തിലുള്ള ആളുകൾ പിടികൂടാൻ തുടങ്ങി. ട്രെയിനുകളിലും വിമാനങ്ങളിലും അതുപോലെ സ്വകാര്യ വാഹനങ്ങളിലും വരുന്നവരെ എല്ലാം തടഞ്ഞു നിർത്തി പോലീസ് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ചെറിയ കുട്ടികളെയാണ് ഇതിന്റെ കാരിയറായി ആളുകൾ ഉപയോഗിക്കുന്നത്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഹദീസ് പറഞ്ഞാണ് നാം അവരെ ബോധ്യപ്പെടുത്തേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമാണ് നമുക്കുണ്ടാവുക. അതിന്റെ കാരിയർമാർ, ചുമന്നു കൊണ്ടുപോകുന്നവൻ, ഇത് എവിടേക്കാണോ കൊണ്ടുപോയി വെക്കുന്നത്, ആരുടെ അരികിലേക്കാണ് ചുമന്നു കൊണ്ട് പോകുന്നത്, അവൻ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അവൻ അതിനുള്ള താവളം ഒരുക്കി കൊടുത്താൽ, അതിനുള്ള ഇടം ഒരുക്കി കൊടുത്താൽ അവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്.